എന്തായാലും എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് സീനത്ത്. ഇന്ന് DTC റാങ്കാണ്. ZTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചായി DTC റാങ്കില്. കാരണം ഒരു ഭാഗം ചെയ്ത് DTC ആയ സമയത്താണ് ലീഡർ ഇട്ടച്ച് പോയത്. അപ്പൊ നിങ്ങൾക്ക് അറിയല്ലേ, ഒരു ചെറിയ കുട്ടികളെ കൈപ്പിടിച്ച് ഉയർത്തുമ്പോ നമ്മൾ ഉമ്മാരോ അല്ലെങ്കിൽ രക്ഷിതാവോ അല്ലാതായിട്ടുണ്ടെങ്കിൽ ആ കുട്ടീന്റെ അവസ്ഥ, അതൊരു സിറ്റുവേഷൻ വന്ന് രണ്ടാമത് ഐഡിയിൽ വെച്ച് തുടങ്ങി. ആ റാങ്കിലും ഇപ്പൊ DTC ആണ്. ഏകദേശം ഒരു വർഷത്തോളായി ഇപ്പൊ അങ്ങനെ പോയിട്ട്. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോ STC ഒക്കെ കഴിയാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചു വരുന്നത് വരെ നമുക്ക് കുറച്ച് എഫേർട്ട് ഉണ്ടാവും. ലീഡറെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ആ ലീഡറെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും ചില സമയം. പക്ഷെ അവരെ കൈപ്പിടിച്ച് മുന്നോട്ട് നയിക്കേണ്ട നമ്മളെയും കൂടെ ഉത്തരവാദിത്തം. കാരണം അവർ വിജയിച്ചെങ്കിലേ നമുക്ക് വിജയിക്കാൻ. ഇതിൽ അങ്ങനെ ഒരു പ്രത്യേകം ഉണ്ട്. കാരണം നമ്മൾ ആരാണ് കൊണ്ടുവന്ന് അവരെ വിശ്വസിച്ച് നമ്മൾ കൂടെ പോകുക. ഞാൻ അങ്ങനെ വിശ്വാസം കൂടി പോയത് കൊണ്ട് അവരിട്ടച്ച് പോയി. കാരണം ഒരു വേറെ ഏതൊരു ഇപ്പം മനസ്സിലാക്കുന്ന ഏതൊരു പള്ളിയിൽ പിരിവിന് പോകുക എന്നാണ്. പോട്ടെ, അതൊക്കെ പോട്ടെ. പക്ഷെ നമ്മൾ വിജയിക്കണം, നമ്മൾ തീരുമാനിക്കല്ലേ. നമ്മൾ ആരിട്ടച്ച് പോയാലും നമ്മൾ പഠിച്ച നമ്മുടെ അപ്ലൈ ലീഡർമാരെ സഹായം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെയാണ് രണ്ടാമത്തെ ഐഡിയിൽ നിന്ന് DTC ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നന്ദിയുണ്ട്. ഒരുപാട് ലേഡീസിനാണ് ഇതിൽ മുഖങ്ങൾ കാണാൻ കഴിയുന്നത്. ലേഡീസിനെ കാണുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാനൊരു ലേഡീസാണ്. ഒരുപാട് പ്രതിസന്ധിൻ്റെ ഉള്ളിൽ കൂടാണ് ഓരോ ലേഡീസും കടന്നു പോകുന്നത്. ചില ആളുകൾ പറയും, ചില ആളുകൾ മനസ്സിലിട്ട് ഒതുക്കി തീർക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരാളെ മുമ്പിൽ സംസാരിക്കാനും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന സ്വഭാവമൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബിസിനസ് അവസരം നമ്മളെ കയ്യിൽ കിട്ടുന്നതും കുറെയൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച സമയത്തുണ്ടായ റിസൾട്ടുകളാണ് ഇത്രയും സീരിയസ് ആയി ഏറ്റെടുക്കാൻ ഉണ്ടായത്. ഞാൻ കഴിഞ്ഞ ഇതിന്റെ മുമ്പ് തന്നെ സാറ് ക്ഷണിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഇതിൽ അന്നില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നും കൂടെ പറയാണ്. ലിവഗ എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രൊഡക്റ്റാണ് എന്നെ ഇന്ന് ഈ ഒരു ബിസിനസ് അവസരം DTC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിക്കാൻ സഹായിച്ചത്. വളരെ പ്രയാസമായിരുന്നു. രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ എന്തോ ഒരു ചങ്കെന്നൊക്കെ എരിഞ്ഞ് പുകഞ്ഞ് കളിക്കുന്ന ഒരു അവസ്ഥ. ബേബിയിൽ ഏറ്റവും വലിയ ഡോക്ടർ ഒരുപാട് കാണിച്ച് ഒരുപാട് പൈസ പോയി. അവസാനം എന്ത് ചെയ്തു? ഒരു മാറ്റവും ഇല്ല. കുടിക്കുന്ന സമയത്ത് മാറും, പിന്നീട് വീണ്ടും തുടങ്ങും. അവസാനം ഞാൻ പറഞ്ഞ എൻ്റെ വയറിന് എന്തോ ഒരു അസ്വസ്ഥതാണെന്ന് തോന്നി, എനിക്ക് ക്യാൻസർ ഏറ്റവും പിടിപെട്ട് മോളെ എന്നൊക്കെ പറയും തമാശ രൂപത്തിൽ. ഞങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേന്നറിയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീജസ് സാറ്, ഇന്ന് NTC റാങ്കിൽ നിൽക്കുന്ന ശ്രീജസ് സാറ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു അവസരം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് വീട്ടുകാരെന്നോട് 2 മിനിറ്റ് നേരം സീനത്തും അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോണ്. അങ്ങനെ അവിടുന്ന് 2 പ്രൊഡക്റ്റ് ലിവകയും മാത്രം വാങ്ങി ഞാൻ ഉപയോഗിച്ച സമയത്തുണ്ടായ റിസൾട്ടാണ് ഇന്ന് ഈ ഒരു സമയത്ത് ഇന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ട് അല്ലേ. ഇപ്പൊ ഞാൻ ഈ മൈ ലൈഫിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് 100 നാവായി മാറും. ചില ആളുകൾ പറയും അത് പിടിച്ചു പറയാണ്, ചില ആളുകൾ പറയും അത് തട്ടിപ്പാണ്, ചില ആളുകൾ പറയും അത് വെട്ടിപ്പാണ്, ചില ആളുകൾക്ക് പറയും ലീഡർമാർക്ക് ഉണ്ടാക്കാനാണെന്നൊക്കെ പറയും. പല ആളുകളും പറയുന്നത് അവർക്ക് ഇതിനെ കുറിച്ച് അറിയൂല. അപ്പൊ നമ്മൾ അവരോട് എന്ത് പറയണം? ലീഡർമാർക്ക് ഉണ്ടാക്കാനല്ല, നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം അവർ തരികയാണ്. പൈസ തന്ന് സഹായിക്കാൻ ഒരാൾക്കും പറ്റൂല, നമുക്കൊരു അവസരം തന്ന് സഹായിക്കാൻ പല ആളുകൾക്കും പറ്റും. ഇന്നലെ ഞാനിവിടെ ഒരു മീറ്റിങ്ങിന് പോയി പേരാമ്പ്ര ഭാഗത്ത്. ആ സമയത്ത് 40-45 ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ലേഡീസാ. പക്ഷെ അവരൊക്കെ നല്ല ആക്റ്റീവാണ്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകൾ ആളുകൾക്ക് ഇപ്പൊ ഒരു തൊഴിലവസരം വളരെ അത്യാവശ്യമാണ്. ഇനി മുമ്പോട്ടുള്ള സാഹചര്യത്തിൽ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും മക്കൾ അടിമപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ലേഡീസിനൊക്കെ ഒരു സ്വയം തൊഴിൽ നമ്മളെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനം നമുക്ക്. നമ്മൾ ജോലി എടുത്തിട്ട് നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മളൊരാളെ ഇത് വേണ്ട. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കോൺഫിഡന്റ് വേണം. നമുക്കിത് വിജയിക്കാൻ കഴിയും. ആരെന്ത് പറഞ്ഞാലും ഞാൻ രക്ഷപ്പെടുന്നുള്ള അമിതമായ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ വിട്ടങ്ങ് പോകും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ ഒരുപാട് എഫേർട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്തിനിത് ചെയ്യുന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിങ്ങളോടൊക്കെ മുമ്പിൽ ഈ കുറഞ്ഞ സമയം നിന്ന് സംസാരിക്കാനായി അതിനൊരു കോൺഫിഡൻറ്റ് തന്നെ കമ്പനിയും കൂടിയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ അതാ ഈ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്ത ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരിക. പല ആളുകളും ഞാൻ ഇവിടെ വീട്ടിൽ ഇവിടെ വീട്ടിൽ വന്നങ്ങ് കാണാം. ചെറിയ റോഡിട്ട വീടാണ് എൻ്റെ വീട്. ഇതൊക്കെ ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം വാങ്ങിയതാട്ടോ. ഞാനിത് ഒരു തോട്ടം തൊഴിലാളിന്റെ മോളായിരുന്നു. തോട്ടം തൊഴിലാളിന്റെ മോനാണ് എന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾ അവിടെ കോട്ടേഴ്സ് എന്ന് പറയും, നിങ്ങൾ അങ്ങോട്ടൊക്കെ എന്താ പറയാന്നറിയില്ല, പാടി ഭാഗം എന്ന് പറയും കോട്ടേഴ്സ്. ആ കോട്ടേഴ്സിൽ നിന്ന് തൊട്ടടുത്ത്, അതായത് ഇപ്പം ഇവിടെ തൊട്ടടുത്തൊരു പ്രദേശം 10 റുപ്യ പോയിന്റ് തൊട്ടടുത്ത പ്രദേശത്തേക്കാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട്. അവിടെ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയും തോട്ടം തൊഴിലാളി. ആ സമയത്ത് പാടിയിൽ ജനിച്ചു വളർന്നൊരു വ്യക്തി തൊട്ടടുത്ത പാടിയിലേക്ക് വീട് മാറി പോകുമ്പോഴുള്ളൊരു അവസ്ഥ. അങ്ങനെ നിന്ന് തോട്ടം മേഖലയിൽ ജീവിച്ച് തൊഴിലാളികളൊക്കെ തോട്ടം വാപ്പയമ്മയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അവിടെ ജീവിച്ച് ഇപ്പൊ 4 വർഷമായി ഈ ഒരു വീട് ഞാൻ വാങ്ങിയിട്ട്. മൈ ലൈഫിൽ കടന്നു വന്ന സമയത്ത് കോൺഫിഡന്റ് കിട്ടി അങ്ങനെ വാങ്ങി അതിലേക്കുള്ള കുടുംബശ്രീ അടവുകളൊക്കെ എടുത്തും കടം വീട്ടിയും കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം ഡിസംബർ 8-ാം തീയതി എൻ്റെ മോളെ കല്യാണവും കഴിഞ്ഞു. ഇപ്പൊ 2 ആഴ്ച എൻ്റെ മോന് ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥന
വളരെ അത്യാവശ്യമാണ്. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. മക്കളൊക്കെ നന്നാണ്ടേ. മക്കൾ നന്നായില്ലെങ്കിൽ നമ്മുടെ ജീവിതേ പോയി. എന്താന്ന് വെച്ചാൽ പല മക്കളും ഇന്ന് നിങ്ങൾക്ക് അറിയലേ, നമ്മളൊക്കെ റോഡ്മേൽ ഇറങ്ങിയാൽ എന്താ കേൾക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾക്ക് ആർക്കും നമ്മളെ മക്കളാലെ വരാതെക്കട്ടെ. നമുക്ക് സ്നേഹബന്ധങ്ങളായി മരണം വരെ മുമ്പോട്ട് പോകാനുള്ള ഒരു നിമിത്തവും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ദുആലൊക്കെ ഉൾപ്പെടുത്തുക. കാരണം അടുത്ത മാസം റമദാൻ മാസം തുടങ്ങുകയാണ്, നമുക്കറിയലേ. അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് നമ്മൾ ഓരോരോ ദിവസങ്ങളും. നാളെ എന്താവും എന്നുള്ള ഒരു ഭീതി നമ്മളൊക്കെ മുമ്പിലുണ്ട്. കാരണം നമ്മൾ ഇതുവരെ നമ്മൾ പേപ്പറിലാണ് വായിച്ചതെങ്കിൽ ഇപ്പം തൊട്ടടുത്തൊക്കെ എത്തിക്കഴിഞ്ഞ്. അങ്ങനെയൊന്നും ഇല്ലാതെ നിൽക്കട്ടെ എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നമ്മളെ മക്കളൊക്കെ നന്നാൻ വേണ്ടി നമ്മൾ ഏത് സമയവും നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുക. ബാക്കി പഠിച്ചോന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഓരോന്ന്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യിക്കണം. നമ്മൾ ഈ ഹോം ഷോപ്പ് എടുത്തിട്ട്, ഞാനൊക്കെ ഇപ്പൊ ഇന്നലെ പോയ സമയത്ത് 2 ആൾ 50 എടുപ്പിച്ച്, പ്രൊഡക്റ്റ് എടുത്തില്ല, ഒരു 50 എടുക്കുന്നുള്ള ബില്ലിങ്. ഹോം ഷോപ്പിൽ നടത്തിയ 2 ലേഡീസ് 10,000 ആടുന്ന് എടുക്കാന്നുള്ള തീരുമാനം തന്നെ. അപ്പൊ നമ്മളെന്താ, നമ്മുടെ ടീമിനെ നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെ ഹോം ഷോപ്പ് എടുക്കുക. അത് നമ്മൾ ചെയ്യേണ്ട പരിപാടി അതാണ്. നമ്മൾ ഓർക്ക് നല്ല പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഓർക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരെ പെട്ടെന്ന് ഹോം ഷോപ്പ് എടുപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആരോഗ്യ സെമിനാർ വെക്കുക. ഇന്നലെ ഞങ്ങൾ അവിടെ എത്ര മജീദ് ഖാന്റെ വീട്ടിലായിരുന്നു. മജീദ് ഖാൻ ഫുള്ള് നെഗറ്റീവായിരുന്നു. പക്ഷെ നസീമത്താത്ത കഴിഞ്ഞ RRR വന്ന് മൂപ്പത്തി വളരെ കോൺഫിഡന്റ് ആയി. മൂപ്പത്തി മജീദ് ഖാനോടും കൂടെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ഇന്നലെ 50,000 രൂപ എടുത്ത് ഓരോ വീട്ടിലെ ആരോഗ്യ സെമിനാർ കഴിഞ്ഞു. ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് 10-20,000 ഉറുപ്പ്യന്റെ സാധനം അവിടെ വെച്ച് തന്നെ ഉത്താനും വേണ്ടി കഴിഞ്ഞതാണ്. സാധാ നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു ബേക്കറിയും ചായയും കൊടുത്തിട്ട് അവരെ ഇരുത്തി ഒരു അരമണിക്കൂർ നമ്മളൊരു പ്ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും വില്ലിങ് ആണ് ഇത് കേൾക്കുന്ന സമയത്ത്. പ്രോഡക്റ്റ് കൊടുത്ത ആളുകളെ നമ്മൾ വീണ്ടും പോലെ റിക്രൂട്ട്മെന്റ് ചെയ്യിക്കണം. കാരണം അവരെങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കുറഞ്ഞ കാലം നമ്മൾ പിന്നെ അവരെങ്ങനെ ഓരോരോ എന്താ പറയുക ചെറിയൊരു മൊമെന്റ് ഒക്കെ കൊടുത്ത് ആദരവൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടീമിൽ തന്നെ ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് നല്ലൊരു ഇതാ. അവരൊക്കെ ഓരോരോ പ്രോഗ്രാമിലും പങ്കെടുപ്പിക്കാം. നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് GTS. അതുപോലെ തന്നെ ഇപ്പം കുറഞ്ഞ കാലമായി ഒരുപാട് പ്രോഗ്രാമുകൾ RRR, അതുപോലെ തന്നെ കട്ടിങ് എഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീമിന്റെ പ്രോഗ്രാമുകൾ നമ്മൾ പങ്കെടുപ്പിച്ചിട്ട് അവരെ ഇതിൽ എന്ത് ചെയ്യുക, ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടുക. ആ സമയത്ത് പോലും ഇതിനെപ്പറ്റി പൂർണ്ണമാക്കി മനസ്സിലാക്കും. ഒരുവിധം മൈൻഡ് പവർ ഒക്കെ ഉള്ള ആളുകൾക്ക് ആ ഒരൊറ്റ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെ നിരന്തരം ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ ശൈലേഷ് സാർ പറയുന്നത് പോലെ കുറച്ച് എഫേർട്ട് നമുക്ക് ആദ്യം ഉണ്ട്. അത് നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമല്ല, ടീം നമ്മളെ കൈ കൂട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകും. ആ സ്ഥാനത്ത് നമ്മൾ ടീം ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് വരുമാനം വാങ്ങാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് ഏത് സമയത്താണുള്ളത്. അതിന് രാത്രിയാണ്. ഞാനൊക്കെ അധികം ആളുകളെയും രാത്രിയാണ് വിളിക്കുക. എന്തായി ഏതായി എന്നൊക്കെ ചോദിച്ച് 11 മണി 10:30 ഞാൻ വിളിക്കാം. എന്താണ് നമുക്ക് എടുക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് പോകണ്ടേ, അല്ലെങ്കിൽ നമുക്ക് കാണണ്ടേ, അല്ലെങ്കിൽ ആരും ലിസ്റ്റ് ഇടുക, നമുക്ക് ഞായറാഴ്ച പോകാന്ന് പറഞ്ഞ് ഞായറാഴ്ച ഫുള്ള് ലിസ്റ്റ് ഇടിപ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങുക ചെയ്യാം. ഇന്നലെ ഞാൻ ഇവിടെ നിന്റെ വീട്ടിൽ നിന്ന് 6 മണിക്ക് പോയി. ഇന്നലെ 7 മണിക്കാണ് ഞാൻ ഈ വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നത്. എന്നോട് പാത്തുമാമയുടെ എൻ്റെ ടീമുള്ള പാത്തുമാമയുടെ തിരിച്ച് കല്ല മോളെ എന്റെ കാര്യം ഓർത്ത് ഇരുട്ടത്തല്ലേ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ ഞാൻ മുപ്പത്തിനോട് ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഇരുട്ടത്തായാലും രാത്രി ആയാലും നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാൻ പഠിക്കണോ? നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞാനൊന്നും അറിയാതെ എന്റെ ടീം ചെയ്തതിന്റെ 6,000 രൂപയ്ക്ക് വരുമാനം വന്നത് കഴിഞ്ഞ ബുധനാഴ്ച. ആ 6,000 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ ചില റിസ്ക് ഒക്കെ നമ്മൾ സഹിക്കണം. 6,000 മീൻസ് ഞാൻ പറഞ്ഞത് ചെറിയൊരു സംഖ്യയാണ് കേട്ടോ. ഞാൻ ചെറിയ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഖ്യയാണ്. 2,10,000 വരെയൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതൊന്നും പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. അവളെന്താ തട്ട്, അവളെന്താ മുട്ട എന്നൊക്കെ ഇങ്ങ് തോന്നിപ്പോവും. പക്ഷെ ഇങ്ങൾക്ക് ചെറിയ 500, 1000, 750 വരുമാനം വരുമ്പോൾ ഈ 250 രൂപയ്ക്ക് ഫസ്റ്റിൽ കയറിയ സമയത്തേക്ക് ഉണ്ടായൊരു സന്തോഷമുണ്ട്. അത് നമുക്ക് ഒരാളെ പറഞ്ഞറിയിക്കാൻ കഴിയൂല. കാരണം അത് നമ്മൾ അനുഭവിച്ചറിയണം. കാരണം ആ 250 കിട്ടിയ സമയത്തൊക്കെ തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ പഞ്ചായത്ത് മെമ്പർക്ക് എന്താ ഒരു മാസം ഓണറേറിയോ നിങ്ങൾക്ക് ആർക്കും അറിയോ? പഞ്ചായത്ത് മെമ്പർമാർ ഓണറേറിയോ 8,000 രൂപ. 8,000 രൂപയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരാളുകൾ നിങ്ങൾ ആ ഭാഗത്തൊക്കെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ 8,000 രൂപയ്ക്ക് നമ്മൾ ഒരു മാസം, അത് സാലറി അല്ല, അത് ഓണററിയാണ്. നമ്മൾ ആളുകളെ ഇതേപോലെ ആളുകളെ എന്താ പറയാ ആളുകളെ കയ്യിലെടുത്ത് അല്ലെങ്കിൽ ആളുകളെ നോക്കാനുള്ള ഒരു ധീര് നമ്മുടെ സ്വയം മനസ്സാലെ നമ്മൾ തയ്യാറാകുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്കൊരിക്കലും ഗവൺമെന്റ് സാലറി അല്ല തരുന്നത്, നമുക്ക് ഓണററിയാണ്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായി നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ബുധനാഴ്ച സമയത്ത് ഞാൻ ഈ ഒരു സംഭവം ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് ആഴ്ചയിൽ 6,000 രൂപ. നിങ്ങൾ മനസ്സിലാക്കേണ്ടി അതാണ്. അങ്ങനെ ഞാനൊന്ന് സീരിയസ് ആയി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു മാസം 4 ആഴ്ച എത്ര പൈസ കിട്ടും?
അത് നമ്മളെ കുറച്ച് കാര്യത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ചെറിയ ചെറിയ ഇംഗങ്ങൾ നമ്മൾ വാങ്ങി നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പണം ഇല്ലെങ്കിൽ നമ്മൾ ഒരു വില ഉണ്ടാവില്ല. പണം ഉണ്ടോ നമ്മളെല്ലാ ആളുകളുടെ മുമ്പിലും വില ഉണ്ടാവും. പണം ഇല്ലെങ്കിൽ എന്തോന്ന് പറയാണ്ടില്ലേ, പണത്തിന്റെ മേലെ പരന്തും പറക്കൂല എന്നൊക്കെ പണ്ടൊക്കെ ചെല്ലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പരന്തും പറക്കും. നമ്മളൊക്കെ പറയാറുണ്ട്, പല മീറ്റിങ്ങിലും നമ്മളെ അപ്ലൈമാർ പറയാറുണ്ട്, കുക്കിലോ ഒതുങ്ങതേ കൊത്താവും. നമ്മളൊക്കെ ചെറിയ കാലത്ത് അങ്ങനെ പഠിപ്പിച്ചത്. കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം കുത്തിയത്. എന്തോ ഒരു എന്തൊക്കെ വെച്ച് പറയും, ആന അപ്പിടുന്നത് കണ്ട് എന്തോ ചൊല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെന്താ, നമുക്ക് അങ്ങനെ കഴിയുമോ നമ്മൾ ശ്രമിക്കുക. നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. ശ്രമിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് വേറെ മുതൽ മുടക്കൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിരന്തരമായ ടീമിനെ പഠിപ്പിക്കുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫോളോ അപ്പ് ചെയ്യുക, നിരന്തരം ഓരോരോ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. ഞാൻ ഒന്ന് രണ്ടാള് ദിവസമൊക്കെ 2-3 ആളെ കിട്ടാൻ വേണ്ടിയിട്ട്, ഫസ്റ്റിൽ നമുക്ക് ഒരാളെയും കിട്ടൂല. 6 മാസം ഞാൻ ഒറ്റക്ക് പോയ ഒരു വ്യക്തിയാണ്. പക്ഷെ 3-4 ആള് വന്നിരുന്നു. ഈ 4 ആളെ ഞാൻ എന്ത് ചെയ്തു, 2 ആളെ കിട്ടാൻ വേണ്ടി 5000 റുപ്യ ഞാൻ സ്വന്തം മുടക്കി ഓലെ കൊണ്ട് എടുപ്പിച്ച് ഓല് പ്രൊഡക്റ്റ് വിറ്റ് തരും എന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് വിറ്റിട്ടുമില്ല, അല്ലാണ്ടേ ഇല്ല. അതുകൊണ്ട് എന്തായി, ഞാൻ ആ പൈസ മുടക്കി എടുത്തത് കൊണ്ട് ഓലെ ബിസിനസ്സിനേ കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും സാമ്പത്തികം ഒരാൾക്കും സഹായിച്ചു കൊടുക്കണ്ട. അവർക്ക് ഒരു അവസരം കൊടുക്കുക. അവരെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അവർ ഈ ബിസിനസ്സിൽ ഐഡിയ അടിക്കണം. ആ ബിസിനസ്സിൽ അവരെ പൈസ കൊണ്ട് ഐഡിയ അടിക്കുമ്പോഴേ അതിന്റെ ഒരു എന്താ പറയാ, അതിനൊരു നമ്മളെ ഒരു ഇത് പറഞ്ഞാൽ അതിനൊരു ബർക്കത്ത് ഉണ്ടാവും. നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് നമ്മൾ പണം ചെലവാക്കിയിട്ട് നമ്മൾ ഐഡിയ അടിക്കുമ്പോഴേ അതിന്റെ ഒരു ബർക്കത്ത് അതിൽ കാണും. അല്ലാതെ ഞാൻ കൊടുത്തിട്ട് നമ്മളെ ടീമല്ലേ നമ്മളൊന്ന് സഹായിക്കട്ടെ, ഓളത്തില്ലായിട്ടല്ലേ, ആയിട്ടാലും ഓവർ സ്മാർട്ട് നമ്മൾ ആകണ്ട. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തെക്കാൾ ദോഷേ ചെയ്യൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്ത ഒരാള് നല്ല റിസൾട്ടാ വന്നത്. പക്ഷെ ആ പ്രൊഡക്റ്റിന്റെ പൈസ പോലും ഇതുവരെ തന്നില്ല. ഇതേപോലെ പ്രയാസം പറഞ്ഞ സമയത്ത് ഉപയോഗിച്ചോട്ടെ നേരത്തെ നമ്മൾ കൊടുത്താൽ നമ്മുടെ മനസ്സെപ്പോഴും അങ്ങനാണല്ലോ പോവുക. ആ സമയത്ത് അവർ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഒരു റിസൾട്ടും ഇല്ല, അത് ഞാൻ വെറുതെ വാങ്ങി നിന്നെ കണ്ടപ്പോ. പക്ഷെ ഒരു പഞ്ചായത്തിൽ വേറൊരു ആവശ്യത്തിന് വന്ന സമയത്ത് അവരോട് ഞാൻ ചോദിച്ച സമയത്ത്, മോളെ നല്ല സാധനമാണെന്ന് ഓളിനോട് പറഞ്ഞിക്ക്, ഓളിനോട് പറഞ്ഞിക്ക്, ഇനി സീനത്തിന്റെ അടുത്തുണ്ട്, അത് ഇനി ഒന്ന് വാങ്ങണേന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മള് വെറുതെ കൊടുത്ത ആർക്കും റിസൾട്ട് ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് നമ്മൾ ഓരോട് പൈസ വാങ്ങിയിട്ടേ നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കാവും. ഞാൻ എന്റെ ടീമിനോടൊക്കെ പറയുന്നതാ, വീട്ടിലുണ്ടായിക്കോട്ടെ, നമുക്ക് ഉപയോഗിച്ച് തീർക്കേണ്ട പ്രൊഡക്റ്റേ ഉള്ളൂ. 3 വർഷം ഉണ്ട് ഇതിന്. അതുകൊണ്ട് ഒരാൾക്കും പ്രൊഡക്റ്റ് വെറുതെ കൊടുക്കരുത്. പ്രൊഡക്റ്റ് വെറുതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ വാങ്ങിയെടുക്കാൻ നിങ്ങൾ കഴിയണം. ലീഡർമാരോട് നിങ്ങൾ പറയരുത്. എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? മൂലയിൽ നിൽക്കുന്ന കാൽമൽ എടുത്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മള് അതുപോലെ തന്നെ ചെയ്യുക. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് നല്ല ഇതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ലേഡീസിനെ കാണുന്നത് കൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് മൈൻഡ് മാറും. നമ്മളെ മനസ്സ് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ലേഡീസിന്റെ മനസ്സ്. ആണുങ്ങൾ കുറച്ച് സ്ട്രോങ് ഒക്കെ ആയി നിൽക്കും. പക്ഷെ നമുക്ക് ഒരാളെ സങ്കടം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രയാസമാണ്. നമുക്ക് അവരെ വീട്ടിൽ പ്രോഗ്രാം നടത്തുക, ആരോഗ്യ സെമിനാർ നടത്തുക, അവർക്ക് ആ വന്ന ആളുകൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടോ. ഞങ്ങൾ ഇന്നലെ 1/2 മണിക്കൂർ കൊണ്ട് പ്രോഗ്രാം സാധിച്ചിട്ട്, പക്ഷെ അവിടെ വന്ന ആളുകൾ ഒട്ടുമിക്ക ആളുകളെയും സംശയം തീർത്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇന്നലെ വരാൻ ലേറ്റ് ആയത്. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ ഒരുപാട് മണി ചെയിൻ കമ്പനികൾ ഉള്ളതുകൊണ്ട് ഒരുപാട് സംശയമുണ്ട്. അതൊക്കെ 19-ാം തീയതി തീരാൻ പോകുക. നമുക്ക് നല്ലൊരു സുവർണ കാലഘട്ടം നമ്മളെ വരും. ഇപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ഇത് വരേണ്ട സമയം. ഈ 2 ദിവസം കൂടി കഴിഞ്ഞാൽ 19-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പം പുറപ്പെടുവിക്കാൻ പോകുക. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗ്രൂപ്പിലൊക്കെ. ഞാനൊക്കെ അതിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഇന്നലെ 1600 റുപ്യ കൊടുത്തു കഴിഞ്ഞ്. അപ്പൊ എന്ത് പ്രോഗ്രാം മൈ ലൈഫിന്റെ കണ്ടാൽ എനിക്ക് എവിടുന്ന കിട്ടുന്ന എനിക്ക് തന്നെ ഓർമ്മയില്ല. ആ സമയത്ത് ഞാനത് ശ്രീജ സാർ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ലീഡർ ആകുമ്പോഴേ അതിന്റെ പ്രയാസം നമുക്കറിയും. അവരെ അപ്ലൈ ലീഡർമാർ ഇങ്ങനെ വിളിച്ച് പൈസ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാരണം അവർക്ക് അത് നഷ്ടപ്പെടരുതെന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് ആ പൈസ പെട്ടെന്ന് നമ്മൾ ഏൽപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ എന്തുണ്ടെങ്കിലും മൈ ലൈഫിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പക്ഷെ അതൊക്കെ പെട്ടെന്ന് സാധിക്കലുണ്ടെന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. അതെന്താന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാനൊക്കെ ഇതിൽ ഒരുപാട് മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. കട്ടിങ് അടിച്ച് RRR, ഇങ്ങനെ GTS, തുടക്കത്തിൽ ഒരുപാട് മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മീറ്റിങ്ങും ഞാൻ പങ്കെടുക്കായിരുന്നു. ശരിയൊക്കെ ഉള്ള സമയത്ത് 3:30 മണിയാകുമ്പോൾ ഞാൻ അവിടെ കയറുകയായിരുന്നു. കാരണം എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി പഠിക്കണം തോന്നി, ഇത് എന്താണ് തോന്നി. ഓരോരോ ലീഡർമാരെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ഓരോ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് കുറച്ച് കോൺഫിഡന്റ് വന്ന് അങ്ങനെ പഠിച്ചെടുത്തിട്ടാണ് ഇന്നിപ്പം ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് നല്ല കോൺഫിഡന്റ്. അപ്പം ശൈലേഷ് സാറ്, ബെന്നി സാറ്, ഇങ്ങനെ ശ്രീജയ് സാറ്, ശ്രീ സാറ്, ഇവരൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇപ്പം ഇവിടെ സുബ്രഹ്മണ്യൻ സാറ് ഞാൻ അങ്ങനെ കാണലില്ല. പക്ഷെ എന്നാൽ തന്നെ നമ്മുടെ ലീഡർമാർ അല്ലെങ്കിലും കൂടി അവരൊക്കെ പറയുമ്പോൾ കോൺഫിഡന്റ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നളന്തേ പോയ സമയത്ത് നമ്മളെ സാറ് പറഞ്ഞില്ലേ, പ്രശാന്ത് സാർ മോളെ കല്യാണത്തിന് കൊടുത്ത ഇതും വാഹനവും മോളെ ഒരു ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടി ഒരു കേക്കിന് പൈസ ഇല്ലാത്ത സമയത്ത് ഉണ്ടായ പ്രയാസമൊക്കെ, അതൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ നമ്മൾ അന്നിപ്പോ എക്സ്പയർ ആയി പോവുക. നമ്മൾ കേൾക്കുന്ന സമയത്ത് രോമെടുത്ത് പിടിക്കാന്നൊക്കെ പറയൂലേ, അത്രയും പ്രയാസത്തിലൂടെ ലീഡർമാർ കടന്നു വന്ന്. കോയമ്പത്തൂർ പോയി പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചില്ലറ അദ്ധാനല്ലല്ലോ. ആ സ്ഥാനത്ത് ഞമ്മക്കൊക്കെ നടുവണ്ണൂർ പോയാൽ മതി. ഇനി പോട്ടെ, നടുവണ്ണൂരില്ലെങ്കിൽ കോഴിക്കോട് പോയാൽ മതി.
അങ്ങനെ 2-3 ഔട്ട്ലെറ്റ് തുറന്നു കിടക്കുകയാണ്. നല്ലൊരു അവസരമാണ്. 19-ാം തീയതി കഴിഞ്ഞാൽ നമ്മൾ ഇത് പിടിച്ചാൽ കിട്ടൂല. അത്രയും ലീഗലായ കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. നമ്മളെ മുഖ്യമന്ത്രി പിന്നെ നമ്മളിത് മോണിറ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക, മാക്സിമം ആളുകളെ പങ്കെടുപ്പിക്കുക. ആ പരിപാടിയൊക്കെ കാണാനും ആസ്വദിക്കാനും. ഒന്നുമില്ല, തിരുവനന്തപുരം വരെ പോയി എന്നുണ്ടേ, വെറുതെ ഫ്രീ ആയിട്ട്. വണ്ടിക്കൂലി നമ്മൾ കൊടുക്കണമെങ്കിലും നമുക്ക് എൻജോയ് ചെയ്ത് ടീമിന്റെ കൂടെ പോയിക്കൂടെ. ഞാൻ ഏത് പ്രോഗ്രാമിലും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അപ്പം പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിന്റെ സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ. ഞാൻ ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, 19-ാം തീയതി കഴിഞ്ഞാൽ എന്താകൂലേ, ഇത് കുറച്ച് ആളെയും കൂടി കിട്ടുമെന്ന് അപ്പോഴും ഞാൻ നോക്കുന്നത്. നമ്മളെ ആളുകളും നമ്മളെടുത്ത് വന്നില്ലേ, ഈ 10 ആളും 15 ആളും നല്ല നമ്മളെ ആളുകൾ. നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താനുള്ള ടീമൊക്കെ എവിടെയോ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അതൊക്കെ 19-ാം തീയതിക്ക് ശേഷം നമുക്ക് കിട്ടും. പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ 10 ആള് 10 ടീമിന്റെ 10 സ്വഭാവക്കാരായിരിക്കും. ഒരു പക്ഷേ ഒരാൾ എന്തെങ്കിലും ചെന്ന് മറ്റേ ആളോട് പറയും, മറ്റേ ആൾ എന്തെങ്കിലും ചെന്ന് അങ്ങനത്തെ കുറെ കമ്പനി ഉണ്ട്, എനിക്കാവൂല എന്നൊക്കെ നെഗറ്റീവേ നമുക്ക് വേണ്ട. നമുക്ക് എല്ലാ ആളുകളെയും നല്ല രീതിയിൽ നല്ല സ്മൂത്തായി എല്ലാവരോടും ഒരുപോലെ. ഒരു ഉമ്മക്കും ബാപ്പക്കും 10 മക്കളുണ്ടെങ്കിൽ ആ അമ്മയും ബാപ്പയും 10 മക്കളോട് ഒരുപോലെ ആയിക്കും. 10 മക്കളെ വ്യത്യസ്ത സ്വഭാവക്കാരായാലും അമ്മയും ബാപ്പയും മക്കളോട് 10 ആളോട് ഒരുപോലെ ആയിക്കും. അതേ രീതിയിൽ നമ്മളെ ടീമിനെ കൈപ്പിടിച്ച് കൊണ്ടുപോകുക, നല്ല രീതിയിൽ അവരോട് പെരുമാറുക. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തിനും ഓരോ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ ടിക്കറ്റിന്റെ പൈസ പെട്ടെന്ന് അവരോട് വാങ്ങുക. ഇനിയിപ്പം മുഴുവൻ ഇല്ലെങ്കിൽ 1000 റുപ്യന്റെ പ്രോഗ്രാമാണ്, മുഴുവൻ ഇല്ലെങ്കിൽ 500 റുപ്യെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾ ലീഡർമാരെ ഏൽപ്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ്. കാരണം 500 റുപ്യ തന്നുകൊണ്ട് എന്തായാലും ഒരു പങ്കെടുക്കുന്നുള്ളൊരു നിങ്ങൾക്ക് കിട്ടിയല്ലോ. എത്രയും പെട്ടെന്ന് ടിക്കറ്റിന്റെ പൈസ വാങ്ങാം. എന്തായാലും നല്ലൊരു അവസരമായി നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുക. സ്ഥിരമായി പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹോം ഷോപ്പ് എടുത്ത് സാധനമായി നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നാ ഇതിന്റെ ഒരു പ്രത്യേകത. ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ തന്നെ ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. ലിസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുക. ആ ലിസ്റ്റ് ഇങ്ങനെ ചിലപ്പോൾ നമ്മളിപ്പോ തുടക്കത്തിൽ വന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് നമുക്ക് മാറ്റേണ്ടി ഉണ്ടാവും. കാരണം ഓരോ ചിലപ്പോൾ സീരിയസ് ആയി ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും 1-2 പ്രോഡക്റ്റ് അങ്ങനത്തെ ആളുകളെ മാറ്റി പുതിയ റൂട്ടായിട്ട് നമ്മൾ ഇങ്ങനെ ബ്ലഡ് പ്യൂരിഫയറും വണ്ടീന്റെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. നമ്മളിടയ്ക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്ത് നോക്കി ഇതിന്റെ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ ഇപ്പൊ സീരിയസ് ആയി ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ സീരിയസ് ആയി ചെയ്യുന്ന ആളുകൾ ഒരു വലത്ത് ഭാഗങ്ങൾ ഓരങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്യുക. അത് മതി നിങ്ങൾക്ക് രക്ഷപ്പെടാന്. ഓരോട് പറയാം, മോളെ നമുക്ക് അതിന് പോണ്ടേ, അല്ലെങ്കിൽ മോളെ ഇന്ന ദിവസം പ്രോഗ്രാം ഇല്ലേ, ഇനി ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചു നോക്കും, ഇല്ലെങ്കിൽ ഞാൻ വന്ന് സംസാരിക്കണം. ഇനി ഹസ്ബൻഡാണ്, ഇന്നലെ ഇപ്പൊ ഞങ്ങൾ ലേഡീസിന്റെ അടുത്ത് പോയി കൊയിലാണ്ടി, നമുക്ക് ഹസ്ബൻഡ് ഒഴിവാക്കിയില്ല, പക്ഷെ എന്തോ ചെറിയൊരു വിഷയത്തിന്റെ മുകളിലാണ്. പിന്നെ വാപ്പയമ്മയും സപ്പോർട്ടല്ല വീട്ടിലെല്ലാം കഴിഞ്ഞിട്ട് ഒക്കെ വരാനോ. അങ്ങനെ ഞാൻ ആടെ പോയി ആ വാപ്പൻ്റെ അടുത്ത് പോയി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് രാത്രി വരെ ഫ്രീ ആയിരുന്നു. അവരോട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ഇവിടെ രക്ഷപ്പെട്ടാൽ ഇപ്പൊ ചെറിയ വരുമാനമൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ അത്യാവശ്യം. നിങ്ങൾ കുറച്ച് കോണ്ടാക്ട് കൊടുക്കണോ, കുറച്ച് ആളുകളെ ഞങ്ങളെ വാപ്പനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇത് നമ്മളെ പറയലാണ് പ്രശ്നം. അതായത് നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളെ പറയൽ കേൾക്കുന്ന സമയത്ത് ഓർക്ക് പെട്ടെന്ന് എന്തോ തോന്നാം, അത് നിങ്ങൾ ഏതെങ്കിലും ലീഡർമാരെ ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് പെൺകുട്ടികളാകുന്ന സമയത്ത് അത് വാപ്പന്റെ ഉമ്മന്റെ ഇതാണ്. കാരണം രാത്രിയൊക്കെ വരുന്ന സമയത്ത് ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് പറയാ, ആളുകൾ എന്തോ വിചാരിച്ചോട്ടെ, നമ്മക്കെന്ത്, നമ്മൾ തീരുമാനിച്ചാൽ പോരെ. അങ്ങനെയൊക്കെ ഞാനോളെ വാപ്പനും ഉമ്മനും കുറെ പറഞ്ഞു കൊടുത്ത് ഇന്നലെ ഉച്ച സമയത്താണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എന്തായി, 10-15 ഉറുപ്പ്യന്റെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായിട്ടു ഓള് 50,000-നും കൂടി എടുക്കാന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നു. അപ്പൊ നമ്മൾ കുറച്ച് കോൺഫിഡന്റ് കൊടുക്കുമ്പോൾ ആളുകൾ റെഡിയാ. ഒരാളും റെഡി അല്ല എന്ന് പറയൂല. നമ്മൾ കുറച്ച് കോൺഫിഡന്റ് അവർക്ക് പാസ് ചെയ്താൽ മതി. ഇനി അഥവാ അത് വിറ്റ് തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ ഉണ്ടാവും, ഞാൻ അതെടുത്ത് എനിക്ക് പൈസ തരും എന്നുള്ള ഒരു വാക്ക് നമ്മൾ കൊടുക്കുക. നമ്മൾ ഒരിക്കലും പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. പക്ഷെ അവരെ പേടിയാണ്, ഇത് ഉള്ളിൽ കൊടുക്കാൻ പറ്റുമോ, ഇത് വലിയ ഡോക്ടറാണോ, ഇത് ഞാൻ കൊടുത്ത ആളുകൾ എന്ത് പറയൂ, ഇത് കൊടുക്കാൻ പറ്റുണ്ടോ. എന്നാലും ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ചോദിച്ച് 2 പണിക്കാരുണ്ടായിരുന്നു ആ വീട്ടിൽ. ഓലോട് ഞങ്ങളിത് പറഞ്ഞ സമയത്ത് ഓലും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഡോക്ടറാണോ. പിന്നെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് ഓലും വാങ്ങി ഞങ്ങളോട് 2 പേസ്റ്റും 1 ചാമ്പിത്തൈലും ഓരും വാങ്ങി. ഓർക്കും 1000 റുപ്യ സാധനം കൊടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ എന്താ ഇത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയാ, അത് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. ആരെയും നിർബന്ധിച്ചെടുക്കേണ്ട, ഓർക്ക് ആവശ്യം എടുത്താൽ മതി. നെടുക്കിയിരിക്കുന്നു പറഞ്ഞ് നമ്മളെ പ്രോഡക്റ്റ് നമ്മളോട് ചോദിച്ചങ്ങോട്ട് വരും. ഞാനിപ്പോ സത്യം പറയുകയാണെങ്കിൽ നിന്റെ റേഷൻ പിടിയിൽ സാധനം കൊണ്ടുവെക്കുന്ന മതി. ആദ്യമൊക്കെ നമ്മൾ പറയൂലേ മാവേലി സ്റ്റോറിന് വിട്ട് സാധനം കൊണ്ടുവെക്കാന്ന്, റേഷൻ പിടിയിൽ നരി കൊണ്ടുവെക്കാന്നൊക്കെ. അതായത് ഇത് സ്റ്റോക്ക് ഇങ്ങനെ തീരുന്ന സമയത്ത് എനിക്ക് പിന്നെ ഒരു തട്ടാ അവിടെ, ആ തട്ട് ഇങ്ങനെ കാണണം. അതിലിങ്ങനെ എന്റെ പ്രൊഡക്റ്റ് വെച്ച് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് നല്ല സന്തോഷം. ഞാൻ മോനോട് പറയുമ്പോൾ ഇവിടെ അല്ലെങ്കിലും വേസ്റ്റ് വെച്ചാൽ ആരും കൊടുക്കണം, 150 റുപ്യ ഇവിടെ വാങ്ങിക്കണം. 150 റുപ്യക്കാ വേസ്റ്റ് കൊടുക്കുക, കൂടുതലൊന്നും വാങ്ങൂല. കാരണം ആദ്യമേ കൊടുക്കുന്നത് 150-നാ.
ഇപ്പോൾ 150 ഞാൻ കൊടുക്കുക. അത് നമ്മളെ റെഗുലർ ആളുകളാട്ടോ, ഇങ്ങനെ വീടിന്റെ അടുത്തോട്ടുള്ളൊക്കെ വാങ്ങുന്ന ആളുകളാണ്. ഞാൻ കുറച്ച് ന്യൂസ് സ്റ്റാർ സാധനം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ എന്ത് ചെയ്ത്, അന്ന് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഒന്നാട്ട് വിളിച്ച്, സജ്ജന എന്ന് പറഞ്ഞോളാണ്, ഒന്ന് താഴത്തുള്ള മോളി എന്ന് പറഞ്ഞോളാണ്, ഒന്ന് താഴത്തുള്ള രാജേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. ഓലൊക്കെ വിളിച്ച സമയത്ത് സജന എന്ത് ചെയ്ത്, ഒരു അൻവാഷ് ലിക്വിഡ് വാങ്ങി, ഒരു കട്ടയുമായി. തൊട്ടപ്പുറത്തുള്ള ആളോ ഒരു ഫെയർനെസ് ക്രീമുമായി, താഴത്തുള്ള ഒരു ഫ്ലോർ ക്ലീനർ വാങ്ങി. ആ ഒരു സമയത്ത് അരമണിക്കൂർ ഞാൻ ഫോണും കൊണ്ടിരുന്നത് കൊണ്ട് എന്തായി, ചുറ്റുഭാഗത്തുള്ള 4-5 വീട്ടുകാർ 1500 കച്ചവടക്കി തന്നു. ഇത് തന്നെ പരിപാടി, ഇത് തന്നെയാണ് പരിപാടി. നമ്മൾ വെക്കാനോ വെട്ടിക്കാനോ തോളത്ത് പുറത്തിട്ട് പോകുകയൊന്നും വേണ്ട. ഇത് തന്നെയാണ് പരിപാടി. നിങ്ങൾ ഫോണുള്ള കോണ്ടാക്ട് എടുത്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഫോണുമേൽ ഇങ്ങനെ കളിച്ച് നമ്മൾ ഒരുപാട് സമയം ഇരിക്കൂലേ, ആ സമയം നമ്മൾ നമുക്ക് വേണ്ടിയായിട്ട് മാറ്റിയ എന്താ മോശ. 1500 ഞാൻ സാധനം വിറ്റ സമയത്തേക്ക് കിട്ടിയിട്ടുണ്ട് 315 ലാഭം പോരെ. അതുപോലെയൊക്കെ അന്നത്തെ ചെലവിന്, നമ്മളൊരു സാധാരണ ഒരു ചെലവിന് ഒന്നുമില്ലെങ്കിൽ ഒരു മീൻ 100 ഒരു മീന്, അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനം, അതുപോലെ നമ്മളൊരു ദിവസത്തെ ആവശ്യത്തിന് ബാക്കി നമ്മൾ മാറ്റിയേക്കുക, വീട്ടിലെ ആവശ്യത്തിന് അതുപോലെ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ചിലപ്പം കിടക്കുമ്പോ ഒക്കെ ചിന്തിക്കുക, ആരോടാന്ന് ചോദിക്കുക, ആരോടാന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞങ്ങളെ തെച്ചിയിലുണ്ട് ഒരു സൂപ്രണ്ടിന്റെ ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു ബംഗ്ലാവ്. ഞാനപ്പോ കുട്ടിയായപ്പോഴേ ഒരു ബംഗ്ലാവാ. ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഇട്ട് അങ്ങോട്ടങ്ങ് പോയി. അവിടെ നായൊക്കെ ഉണ്ട് വീട്ടില്. പോണതിന്റെ മുമ്പ് ഞാൻ പ്രിൻസിന്ന് അവളെ പേര് ചേട്ടത്തിയാ. ഓളെ ഞാൻ പറഞ്ഞു, പ്രിൻസിയെ ഞാനായിട്ട് വരുന്നുണ്ട്, വീട്ടിലുണ്ടോ? എന്താ മെമ്പറേന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് പ്രിൻസിനെ കാണാനാണ്. എന്തായാലും കാര്യം, ഓള് വിചാരിച്ച വേറെന്തോ സംഭവം. അങ്ങനെ ഞാൻ പോയല്ലോ. ഞാനൊരു 5000 പ്രൊഡക്റ്റ് എടുത്തിരുന്നു. ആ 5000 കംപ്ലീറ്റ് ഓള് വാങ്ങി. ആളുകൾ വില്ലിങ്ങാ പോകാൻ, നമ്മൾ റെഡി ആകണം. എന്നെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ തീർക്കുന്നതിന് എനിക്കൊരു വിഷയമില്ല. സമയത്തിന്റെ കുറവ് മാത്രമേ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ളൂ. ഇവിടെ ഞാനിപ്പം ഇന്നിപ്പോ രാവിലെ തന്നെ ഞാൻ സുബ്രഹ്മണ്യൻ സാർ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് സാധാ 5 മണിക്ക് എണീക്കും. നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു 95 റെഗുലർ ആയിട്ട് കഴിക്കും. എനിക്ക് ഒരു കഥപ്പായിരുന്നു, ഈ ഒരു കഥപ്പ് തടിയുള്ളത് കൊണ്ട് തന്നെ അവയെ നടന്നാലൊക്കെ കഥപ്പായിരുന്നു. ഇപ്പൊ 95 റെഗുലറായി കുടിക്കുന്നതുകൊണ്ട് ആ വിഷയമല്ല. അതേപോലെ തന്നെ കുറച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാകുന്ന അറിയില്ല, എനിക്കത് മനസ്സിലാവും. ഈ ഒരു കഥപ്പ് ഇങ്ങനെ വരിക, നമ്മൾ കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ കൂടുതലൊരു എന്തെങ്കിലും പെട്ടെന്ന് ഓടിച്ചെന്ന് പെട്ടെന്ന് ചെന്ന് അടുത്ത് അങ്ങനെ സമയത്തൊക്കെ വളരെ ശ്വാസം മുട്ടിയതായിരുന്നു. അപ്പൊ ഈ 95 കുടിക്കുന്നതുകൊണ്ട് വളരെ മാറ്റേണ്ടത്. 95 ഞാൻ കുടിക്കുന്നുണ്ട്, നോവേദന ഞാൻ കഴിക്കുന്നുണ്ട്, ലിവഗെയിൻ ക്യാപ്സ്യൂൾ മധുരമുള്ളതായതുകൊണ്ട് ലിക്വിഡ് അല്ല ക്യാപ്സ്യൂളാണ് കഴിക്കുന്നത്. എന്തായാലും ഫൈഡ് റെസ്റ്റ് ഞാൻ കഴിക്കുന്നുണ്ട് ടെൻഷനായിട്ട്. അങ്ങനെ ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യത്തിനും ഓടുന്ന സമയത്ത് നമുക്ക് അതൊന്നും അനുഭവിക്കരുത്. നമ്മൾ കൂളായി എൻജോയ് ചെയ്ത് പോണോ. ഇത്രയും കാലായില്ലേ, 10-44 വയസ്സായി. ഇനിയിപ്പോ 10-20 വയസ്സ് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകേക്കൂ. പിന്നെ 3/4 ഭാഗം കഴിഞ്ഞില്ലേ. അപ്പൊ നമുക്ക് വേണ്ടി ഇനി കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുക. എല്ലാം വിറ്റ് ലാഭാക്കാതെ ആദ്യം നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾ കോൺഫിഡന്റ് പാസിക്കുക. എന്നാലേ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് പറയാ. ഇതൊക്കെയാണ് എന്തായാലും നല്ല പ്രോഡക്റ്റുകളാണ് 100%. അപ്പൊ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ വിറ്റാമിൻ സി ആയിട്ട് 2 എണ്ണക്ക് കൊണ്ടുതരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാങ്ങിയില്ല. എന്നിട്ട് 25,000 പ്രൊഡക്റ്റ് ഞാൻ ലിസ്റ്റിലിട്ടിട്ട് അവിടെ എടുക്കുക ഓഫീസിൽ. അത് എടുത്തു കൊണ്ടുവരാൻ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീജസാറോട് പറഞ്ഞ 5 ലക്ഷം ഉറുപ്പിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനിതൊരു ഹോം ഷോപ്പിയാക്കി നടത്തി, എവിടെയെങ്കിലും ഒരു പീഡിയട്ട് ചെയ്യാൻ തുടങ്ങിയെന്നാ പറഞ്ഞു. അത്രയും കോൺഫിഡന്റ് ആക്കി ഞാൻ. അംഗൻവാടി ഹെൽപ്പറായിട്ടൊക്കെ റിസൾട്ട് പിന്നെ ഇതിൽ ലിസ്റ്റ് കയറിയ വ്യക്തിയാണ്. അതിലൊന്നും ഞാനിപ്പോ ഫോക്കസ് ചെയ്യില്ല. ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കാര്യം, നമ്മൾ ജനങ്ങളെ ഏൽപ്പിച്ച കുറച്ച് ഉത്തരവാദിത്തം ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ബിസിനസ്. ഇത് 2 കാര്യത്തിലേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ വേറെ ഒന്നും മൈൻഡൊന്നും കൂടുതലൊന്നും ഇതല്ല. ആരൊക്കെ എന്താന്ന് വിളിച്ചാൽ അവരോട് അതിന്റെ കാര്യങ്ങൾ പറയുന്നതാണ്. മറ്റേ മണിക്കൂറുകളോളം ഞാൻ ഫോണിലായിരുന്നു. ഓലോട് വിവരം ചോദിച്ചു, ഓലോട് കുശലം പറഞ്ഞു, ഓലോട് ഇതായി. ഇതിനൊന്നും സമയം, ഇപ്പൊ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മൾ 5 മണിക്ക് എണീച്ച 8:30 ആകുമ്പോഴേക്ക് നമ്മൾ അടുക്കള പണി തീർക്കുക. നമ്മൾ ബാക്കി പണികൾ കഴിഞ്ഞ് 9:30 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിൽ ബാക്കി കിട്ടിയെങ്കിൽ അവിടെ ഇരുന്നും കൊണ്ട് കുറച്ച് ആളുകളെ വിളിക്കുക. ഇന്ന സാധനം ഉണ്ട്, ഇന്ന സാധനം നല്ലതാണ്, എനിക്ക് ഞാൻ കൊണ്ടെത്തട്ടെ കുറച്ച് ലിസ്റ്റ് വാക്കാം. എന്നിട്ട് ഓലോട് എന്ത് ചെയ്യുക, ഞാൻ ഈ കൊണ്ടുവരും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് വാങ്ങി ഓലോട് പെർമിഷൻ വാങ്ങുക. എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറയാം. ആദ്യം വിളിച്ചിട്ടേ പോകാവൂ. നമ്മൾ ഒറ്റയടിക്ക് ഒരു ബാഗൊക്കെ തൂക്കി പിടിച്ച ഒരു വീട്ടിലെത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ടെൻഷൻ ആയൊക്കെ ഇരിക്കുക, മനുഷ്യനല്ലേ, പല ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പൊ ഒരാൾ ബാഗൊക്കെ തൂക്കി പിടിച്ച് ഇങ്ങനെ വരിക. എന്നിട്ട് നമ്മളോട് പറയാം, ഇത് എടുക്കണം, അത് എടുക്കണം, മറ്റേത് എടുക്കണം. ഇത് നമ്മൾ വാങ്ങുമോ? നമ്മൾ വാങ്ങിയിട്ടില്ലേ നമുക്ക് വേറെ കുറ്റപ്പെടുത്താൻ പറയും. ഞാൻ അങ്ങനെ സംബന്ധിച്ച് ഞാൻ വാങ്ങൂല. ഇതെന്താന്ന് ചോദിക്കും, നിങ്ങൾ എന്താ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കുന്നൊക്കെ പറയും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷനിലൊക്കെ ആണെങ്കിൽ ആ സ്ഥാനത്ത് നമ്മൾ അവിടെ ഉണ്ടാവോ, ഇങ്ങനത്തെ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഒന്നെന്തായാലും ഇങ്ങോട്ട് വാങ്ങണം, ഞാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു പെർമിഷൻ. പിന്നെ പെണ്ണുങ്ങൾക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടി. ഇന്നലൊക്കെ ഞാൻ 4 വീട്ടിൽ പോയി. 4 വീട്ടിൽ ഞാൻ ഓപ്പൺ ആയിട്ടായിട്ട് കയറി ചെന്ന അടുക്കളയ്ക്ക്.
പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. പെണ്ണുങ്ങളോട് ആരും കയറരുതെന്ന് അറിയില്ല. ആണുങ്ങൾക്ക് അതല്ല. ആണുങ്ങൾക്ക് കോളിംഗ് ബെല്ല് അമർത്തണോ, ആരുണ്ടോ നോക്കണോ. നമ്മൾ പോയി നമ്മൾക്ക് ഏതെങ്കിലും താത്ത ഇന്നലെ ഒരു ചെറിയോളം ബേക്കിൽ മിറ്റടിച്ച് തരാം. ഓയ് നെല്ലിട്ടാണ് ഞാൻ കോളിംഗ് ബെല്ലിൽ അമർത്തൊന്നും എത്തിയില്ല. റോഡ് നാട്ട് കിടക്കുന്നില്ല. അപ്പോഴേക്കോള് ബേക്കുന്ന സ്കൂളൊക്കെ ആയിട്ട് പാഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതാണ് പ്രത്യേക. ആ സ്ഥാനത്ത് ഒരു ആണുങ്ങൾ പോയില്ലെങ്കിലാണെങ്കിലോ ആരോ വരുന്നുണ്ട്, ഞാൻ പോണില്ലേ എന്നല്ലേ ചിന്തിക്കുക. ഇപ്പം പെണ്ണുങ്ങളൊക്കെ കുറച്ച് പുരോഗമിച്ചു, പക്ഷെ എന്നാലും ചിന്തിക്കുക അങ്ങനല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലേഡീസിന് അങ്ങനെയൊക്കെ ഉള്ള കഴിവുകളുണ്ട്. എല്ലാ കഴിവും നമ്മളെ ശ്രീ സാർ പറയും പോലെ ഒരു സമയത്ത് 25 പണി ഒരുമിച്ചെടുക്കുന്ന ആളുകളല്ലേ നമ്മള്. അപ്പൊ നമ്മൾ ഇതിനുള്ള കഴിവ് എന്തുകൊണ്ട് നമുക്ക് ഇല്ലാണ്ടായി പോയി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ബിസിനസ് ചെയ്യുക. പിന്നെ ഒരാളെ പ്രയാസം കൊണ്ട് റമദാൻ മാസമാണ് വരുന്നത്. നമ്മൾ ഒരാളെ പ്രയാസം മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഇതാ അല്ലെ, പുണ്യല്ലേ. നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയും കൂടിയാണ്. ഒരുപാട് ആളുകൾക്ക് വേദനയും ഇതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ നോവേദന ചാമ്പീത്തയിലോ നമ്മളെ വേദന ജെല്ല് കൊടുത്ത സമയത്ത് ഓല് പറയുന്ന നല്ല മാറ്റേണ്ട സീനത്തെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ട് അല്ലേ. ഓരോരു പ്രയാസം മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളേ എനിക്കുണ്ട് കേട്ടോ. എനിക്കുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ ഒരു റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു ചെറിയോനെ വിളിച്ചൊരു ഒരു മൊയിലിയാരെന്നെ വിളിച്ചൊരു മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ പുണ്യം തന്നെ പോരേന്ന്. അത്രയും പ്രയാസം അത്രയും കാലം വലിയ വിഷയം നിന്ന റോഡാ നമ്മളെ തൊട്ടെടുത്തത്. പക്ഷെ ഞാൻ മനസ്സിലെന്താ ചിന്തിച്ചത്, ഈ പുണ്യം ആ പുണ്യം കൂടെ കൂടുന്ന സമയത്ത് നമുക്ക് പുണ്യങ്ങൾ ഇങ്ങനെ പഠിച്ചവനിറക്കി തരൂ. അങ്ങനെ വിചാരിച്ചാൽ മതി നമ്മൾ. അതുകൊണ്ടായിരിക്കും ഒരു ഗതിയില്ലാത്ത ഞാനൊരു വീട് വാങ്ങി. ഇന്നെന്റെ മോളെ കല്യാണം കഴിഞ്ഞ December 8 മോളെ കല്യാണം. കുറച്ച് ലീഡേഴ്സിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം പഠിച്ചവൻ എത്തിച്ചിട്ട് നമ്മളെ മോനും ഗൾഫ് പോവുകയും ചെയ്തു. ഇനി നാളെ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ തരും. കുറച്ച് പരീക്ഷണമൊക്കെ ഉണ്ടാവും ഫസ്റ്റില്. അതൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുക. പിന്നെ നമ്മൾ ഒരാളെ പിടിച്ച് പറക്കി ഒരാളെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും. ഇതൊന്നല്ല. ഇത് ഒരാളെ ഒരാളെ പ്രയാസം മാറ്റി കൊടുത്ത പോലെ കൈപ്പിടിച്ച് ഉയർത്തി നമ്മൾ ചെയ്യുന്നില്ലേ. അപ്പൊ നമുക്ക് പഠിച്ചവൻ അതിനുള്ളത് തരും. എന്തായാലും നിങ്ങൾക്ക് MI ഉത്സവമാണ് വരുന്നത്. അതിനെപ്പറ്റി ഒന്നും പറയാൻ സമയമായി എന്നാ തോന്നുന്നത്. സാറേ സമയമായോ? കുറെ പറഞ്ഞു പോകും ഇങ്ങനെ നമ്മളല്ലേ ഓട്ടോമാറ്റിക്കായി പറയുമ്പോൾ. ആ സമയത്ത് നമുക്ക് ഇനി നല്ലൊരു പ്രോഗ്രാം വരികയാണ് MI ഉത്സവ്. ഞാൻ ആ ശൈലേഷ് സാർ പറഞ്ഞ സമയത്ത് 5000 റുപ്യ ഞാൻ അവിടെ കൊടുത്ത വ്യക്തിയാണ്. ഞാൻ ടീമിനോടൊന്നും ചോദിച്ചില്ല. ശൈലേഷ് സാർ പറഞ്ഞ എല്ലാവരും 10 ടിക്കറ്റ് എടുക്കണം. ഞാൻ DTC റാങ്ക് എത്തിയിട്ടുള്ളൂ. അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ശൈലേഷ് സാർ പറഞ്ഞ സമയത്ത് നിന്റെ ബാഗിലുണ്ടായിരുന്നു. ശ്രീജ സാർ എന്നോട് നിങ്ങളുടെ പൈസ ഉണ്ടായിരുന്നു സീനത്ത് മാഡം. അപ്പൊ എനിക്കറിയാം ആ പ്രോഗ്രാം പോയി എന്തെങ്കിലും ഒന്ന് ശൈലേഷ് സാർ അവിടെ പറയും. 5000 റുപ്യ ഞാൻ എൻ്റെ ടീമിന്റെ ഞാൻ കൊടുത്തു. ആ ടീമിനോട് ഇനി ഞാൻ വാങ്ങിയെടുക്കും. അപ്പൊ ടീമിനെ നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ടീമിന് നമ്മളോട് ഒരു വിശ്വാസം ഉണ്ടാവും. ആരും തരൂലെന്ന് പറഞ്ഞില്ല. എന്നാലും എല്ലാവരെയും വിളിച്ച് 600 റുപ്യ പെട്ടെന്ന് ഗൂഗിൾ പേയിലേക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും 2025 എന്ന് പറഞ്ഞ വർഷല്ലേ. നമ്മുടെ തുടക്കത്തിൽ ഞാനൊക്കെ തുടക്കത്തിലേ വന്നപ്പോഴേ പറയുന്നുണ്ട് 2025 സുവർണ കാലഘട്ടം. നമ്മുടെ മൈ ലൈഫിന്റെ സുവർണ കാലഘട്ടം. ആ സുവർണ കാലഘട്ടം നമ്മൾ എടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. 2 ദിവസം 3 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ എന്തായാലും പോകും. ഞാൻ ഇപ്പോഴേ അതിന്റെ കോൺഫിഡന്റ് ഇല്ല. ഞാൻ എന്ത് പരിപാടി മറ്റു സൈഡിൽ പോകും. ഞാൻ തീരുമാനത്ത് കഴിഞ്ഞതാണ്. നമ്മുടെ സുവർണ കാലഘട്ടമാണ്. അപ്പൊ എല്ലാവരോടും പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം ഈ 10 മണി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫീൽഡിലാണോ. ഈ മുഖ്യമന്ത്രി ഇത് പറഞ്ഞ ലോഗിൻ ചെയ്ത് ഇതും വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് അത് വെക്കണം. ഞാൻ 2 ദിവസമായി ഫുള്ള് സ്റ്റാറ്റസ് അതാ. ഈ മുഖ്യമന്ത്രിന്റെ ഇതൊക്കെ കൂടെ അതിനൊക്കെ ഉണ്ടാകുന്നൊരിതുണ്ട്. ഞാൻ എന്നോട് ആരോ ഒന്ന് ചോദിച്ചിട്ട് അല്ല മോളെ ഇതെന്താ പരിപാടി. ഞാൻ പറഞ്ഞ പരിപാടി കാണാൻ തിരുവനന്തപുരം വരെ പോന്നാ മതി. ആ മറുപടിയെ കൊടുക്കാൻ പറ്റും. കാരണം കൂടുതലായിട്ട് അവരോട് പറയാൻ നിന്നാ ഇത് പിന്നെ എന്ത് ഏതെന്നൊക്കെ ചോദിക്കും. എന്തായാലും നമുക്ക് പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, നമ്മളിൽ വിശ്വാസം വേണം. ആദ്യമേ പറയുന്നുണ്ടല്ലേ, നമുക്ക് വിശ്വാസം വളരെ ഇതിന് ഘടകമാണ്. നമ്മളെ ഈ പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, നമ്മളെ പിന്നെ ലീഡറിൽ വിശ്വാസം വേണോ, നമ്മളെ കമ്പനിയിൽ വിശ്വാസം വേണോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം വേണം അല്ലേ. നമുക്കൊക്കെ ഉണ്ടായിട്ട് മുൻകി അതിനൊന്നും പറ്റൂല. ഇതൊക്കെ നല്ലതായിരുന്നു, പക്ഷെ എനിക്കത് പറ്റൂല അല്ലേ. നമുക്ക് നമ്മളെ വിശ്വാസമല്ലേ പോയില്ലേ കഥ. അപ്പൊ ഈ വിശ്വാസം വലിയൊരു ഘടകമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏതായാലും സാറ് പറഞ്ഞതുപോലെ തന്നെ 10-55 ആളായിട്ടുണ്ട് നമ്മളെ പ്രോഗ്രാമിൽ. എല്ലാവരും ലാസ്റ്റിലാണ് ഉണ്ടാകുന്നത്. നമ്മളെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന മോണിറ്ററിംഗ് അതോറിറ്റി അവിടെ എല്ലാ ആളുകളും എത്തുകയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാമെന്നും അതുപോലെ തന്നെ ഇതിൽ ഇത്രയും സമയം എന്താ പറയാ ഇത്രയും സഹിച്ച ഒരു 3/4 മണിക്കൂറായി എനിക്ക് തോന്നുന്നു. 6:10 റേഞ്ചൊക്കെ ആയപ്പോ ഞാൻ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഏതായാലും 6:50 അപ്പൊ സാറ് പറഞ്ഞ എന്താ വെച്ചാൽ 6:15 മുതൽ 6:45 വരെ നിങ്ങളെ സമയമാണ് സീനത്ത് മേഡം എന്നാണ് പറഞ്ഞത്. പറഞ്ഞു കഴിയുന്ന സമയത്ത് ഇനി ഒരുപാട് പ്രയാസം കഥനകഥകളൊക്കെ ഉണ്ട് പറയാൻ. കഥനകഥകളൊക്കെ കേട്ടാൽ ഞാൻ ഇവിടെ എങ്ങനെ എത്തി നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ആ കഥനല്ല നമുക്കിപ്പം വേണ്ടി. നമുക്കിപ്പോ പോസിറ്റീവ് എനർജി. രാവിലെ തന്നെ നിങ്ങളെ വിളിച്ച് കൂട്ടി വെച്ചിട്ട് കുറെ പ്രയാസക്കഥല്ലേ നമ്മൾ കേൾക്കണ്ടേ. നമുക്ക് അതൊക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുതിയ 2025 പ്രവേശിച്ച് ഇനിയിപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിന്റെ ഇതൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറക്കുന്ന ടീമുകളായി മാറും. ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാൻ എനിക്ക് തന്നെ സാധിക്കുന്നത്. കാരണം വീട്ടിലെ പണി മുഴുവൻ അത് കഴിഞ്ഞ് ഒരു 1800 850 ആളുള്ള ഒരു വാർഡ് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്കറിയാം. ഇപ്പൊ ആണെങ്കിൽ എന്റെ വാർഡിൽ മഞ്ഞപ്പിത്ത
എല്ലാ വാർഡിലും മെഞ്ഞാന്നും അതിന്റെ തലേന്ന് ഞാൻ ഫുള്ള് ഫീൽഡിൽ ആരോഗ്യ പ്രവർത്തകരെ പേരും. ഇന്നലെ ഞായറാഴ്ച ഒരു ദിവസം കിട്ടി വേറെ കാര്യങ്ങൾ പറഞ്ഞു മെല്ലെ ഇറങ്ങിയതാ. നൈസായിട്ട് മുങ്ങിന്ന് തന്നെ പറയാ. മുങ്ങിന്ന് വെച്ചാല് അതായത് കുറച്ചാൾ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഓലെ കയറി സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് ചെയ്തതാ. അപ്പൊ ഇതാണ് നമ്മൾ അത്രേ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കിതങ്ങനെ നടക്കും സീനത്തേന്ന് ചോദിക്കുന്ന സമയത്ത് അതും നടക്കും, അതിലപ്പുറവും നടക്കും. നമ്മൾ സമയം ക്രമീകരിച്ചാൽ മാത്രം മതി. 8:30 9 മണി നമ്മൾക്ക് അടുക്കളയത്തെ പണി കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങി നോക്കി, നിങ്ങൾക്ക് അന്ന് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും. ഫീൽഡിൽ പോകാൻ സമയം ഉണ്ടാവും, ആളുകളെ കാണാൻ സമയം ഉണ്ടാവും, സെയിൽ ക്ലോസ് ചെയ്യാൻ സമയം ഉണ്ടാവും. എന്നിട്ട് 12:30 ആകുമ്പോൾ വീണ്ടും വീട്ടിലേക്ക് കയറി നോക്കി. എന്നിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലുള്ളവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് 3:30 മണിക്ക് അസർ സംസ്കാരം കഴിഞ്ഞ് വീണ്ടും എറിഞ്ഞു നോക്കി. ഇങ്ങനൊക്കെ നമ്മൾ തയ്യാറാണ്. ചില എഫേർട്ടൊക്കെ നമ്മൾ ഇടണോ, എങ്കിലും ഇതൊക്കെ നടക്കും. എന്നിട്ട് വൈകുന്നേരം ബാങ്ക് കൊടുക്കുന്ന വീട്ടിൽ കയറി നോക്കി. ഒന്നുമില്ല, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അന്ന് 1000 ഉറുപ്പിന്റെ കച്ചവടം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് ആയിരിക്കും. രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുണ്ടാവും ഒരു കോൺഫിഡന്റ്. അപ്പൊ ഞാൻ കൂടുതൽ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞ അങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വിജയിക്കാൻ വേണ്ടിയാണല്ലോ ഇതിലേക്ക് വന്നത്. എല്ലാവരും വിജയിക്കാൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക. ഈ ഒരു 2025 വർഷം എല്ലാവർക്കും നല്ല ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച് സാറ് പല പ്രാവശ്യങ്ങളായി എന്നെ വിളിക്കുന്നു. സുബ്രഹ്മണ്യൻ സാറിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാം അബ്ദുൽ ഖാദർ സാറ് ഞാൻ അറിയില്ലെങ്കിലും ഫോട്ടോത്തിൽ കണ്ട സമയത്ത് എവിടെയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സാർ നല്ല രീതിയിൽ എല്ലാവരെയും വെൽക്കം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നുസൈബ മേഡം നല്ല രീതിയിൽ തന്നെ സാമ്പിത്തൈലത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സാമ്പിത്തൈലൊക്കെ അമേസിങ് പ്രൊഡക്റ്റ് ആട്ടോ. അതൊക്കെ നിങ്ങൾ നല്ലോണം യൂസ് ചെയ്തോളി, സൗന്ദര്യം കൂടും. കയ്യിൽ ഇങ്ങനെ ആക്കി മുഖത്തൊക്കെ വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി, നൈസായിട്ട് സൗന്ദര്യം കൂടും. പക്ഷെ നിങ്ങൾ ഞാനെന്താ സൗന്ദര്യം ഇല്ലാത്ത നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാനതൊന്നും ചെയ്യലില്ല, സമയം ഉണ്ടായില്ല. എപ്പോഴെങ്കിലും ഓർമ്മയുള്ള സമയത്ത് ഒന്ന് ചിലപ്പോൾ ഒന്ന് മൂത്താക്കും, അതത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആളുകൾക്കും വിജയിക്കാൻ കഴിയട്ടെ. 2025 അതിനൊരു തുടക്കമാവട്ടെ. അതേപോലെ തന്നെ മറ്റന്നാൾ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്നത് അല്ലെ, അതിൽ രാഷ്ട്രീയം ഒന്നും നിങ്ങൾ നോക്കണ്ട. നമ്മുടെ മുഖ്യമന്ത്രി, അത് ഏതൊരു മുഖ്യമന്ത്രി വന്നാലും അത് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ സർക്കാരാണ്. അതുകൊണ്ട് നമുക്കൊക്കെ അതിൽ പങ്കെടുക്കണം. നമുക്ക് അതിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ ഒരു ഭാഗമാക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളെ ഓരോരോ പ്രയാസങ്ങളും എല്ലാം മാറ്റാൻ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സും നിമിത്തമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.